നിമിഷനേരങ്ങൾ കൊണ്ടാണ് നാട്ടിൽ കുറ്റകൃത്യം നടക്കുന്നത്. തൃശൂർ പടിയൂരിൽ അമ്മയും മകളും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. രണ്ടുപേരെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. MS ലിഷോയുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയി, ഈ വാർത്ത രണ്ടുപേർ മരിച്ചു കിടക്കുന്നു എന്നുള്ള രീതിയിൽ ഉച്ചയോടുകൂടി വാർത്ത വരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് 90% ഇത് ഒരു ദുരൂഹത ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. പിന്നീട് ഇത് കൊലപാതകമെന്ന് കണ്ടെത്തിയ തുമ്പെന്താണ്? ഈ വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ രേഖയുടെ മൃതദേഹത്തിനോട് ചേർന്ന് ഈ രേഖയും മറ്റൊരു വ്യക്തിയും കൂടെ നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ ഈ രേഖ കൊല്ലപ്പെടേണ്ടവൾ തന്നെയാണ് എന്നുള്ള കുറിപ്പും പോലീസിന് ലഭിക്കുന്നത്. ഇതാണ് ഈ ഒരു സംഭവത്തിൽ വലിയ വഴിത്തിരിവായിരിക്കുന്നത്. അതായത് ഈ മൃതദേഹത്തിന് പഴക്കമുള്ളതിനാൽ തന്നെ ഈ അഴുകിയ നിലയിലാണ് ഭാഗങ്ങളൊക്കെ ശരീരഭാഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ദേഹത്ത് മറ്റു മുറിവുകളോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യഘട്ടത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ ആദ്യം പോലീസ് പറഞ്ഞത്. പക്ഷെ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഇത്തരത്തിൽ ഈ രേഖയെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രേഖയുടെ 74 വയസ്സുള്ള അമ്മ മണിയെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന ഒരു സൂചനകൾ. ഇത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറും രേഖയും ഒക്കെ തന്നെയായി ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ ഈ രേഖയുമായി ബന്ധപ്പെട്ട ചില രേഖയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയത്തെ തുടർന്നായിരുന്നു ആ ഒരു കുടുംബ തർക്കമുണ്ടായത്. അത് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തുകയും പിന്നീട് ചർച്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം ഒരു കൗൺസിലിങ്ങിനൊക്കെ തന്നെ പോകാനായുള്ള നിർദ്ദേശമൊക്കെ തന്നെയാണ് അന്ന് പോലീസ് നൽകിയത്. പിന്നീട് അതിനുശേഷം രേഖ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. ഈ ഭർത്താവ് പ്രേംകുമാർ പക്ഷെ വീട്ടിലേക്ക് പോയില്ല എന്നുള്ളതാണ് അന്ന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഭർത്താവിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് പറയുമ്പോഴും ഒരു ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമെങ്കിൽ ഇവൾ കൊല്ലപ്പെടേണ്ടവൾ തന്നെ എന്നൊക്കെ കത്തൊക്കെ എഴുതി വെച്ച് പോലീസ് എന്തായാലും പിടിക്കുമെന്ന് അറിയില്ലേ? വേറെ ആരിലേക്കെങ്കിലും സംശയം നീളുന്നുണ്ടോ എന്ന് ഏറ്റവും ചുരുക്കത്തിലൊന്ന് പറഞ്ഞു തരുമോ? അതായത് പോലീസ് ഇപ്പോൾ പ്രാഥമികമായുള്ളൊരു അന്വേഷണം നടത്തുന്നത് ഈ ഭർത്താവ് പ്രേംകുമാറിലേക്ക് തന്നെയാണ്. അയാൾക്ക് ഈ ഭാര്യയോടുള്ള അടങ്ങാത്ത പകയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സൂചനകളാണ് പോലീസ് നൽകുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പൂർത്തിയാക്കിയ ശേഷം എന്താണ് ഈ മരണകാരണം എന്നുള്ള കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുക. അതിനുശേഷം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഭർത്താവിലേക്ക് തന്നെയാണ് പോലീസ് അന്വേഷണം നീളുന്നത് എന്നുള്ളതാണ് MS ലിഷോയ് നൽകുന്ന ഏറ്റവും പുതിയ വിശദാംശം.